Hello guys, welcome back to our new video. It's me Ogi. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഓഗി എസ് വേൾഡ്. അപ്പോൾ നമ്മൾ ഇന്നൊരു പുതിയൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് ഗൈസ്. ഒരു സൂപ്പർ മാർക്കറ്റ് ബിസിനസ്സാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് ഗൈസ്. അപ്പോൾ നമുക്ക് സൂപ്പർ മാർക്കറ്റിൻ്റെ അടുത്തേക്ക് പോകാം ഗൈസ്. ഇതാണ് നമ്മുടെ സൂപ്പർ മാർക്കറ്റ് വരുന്നത്. അപ്പോൾ ഗൈസ് ഇവിടെ ക്രിസ്മസിൻ്റെ ഇവൻ്റ് നടക്കും. ഇതെന്താ ബഗ് അടിച്ചിട്ടാന്ന് തോന്നുന്നത്. ഈ ക്രിസ്മസ് കഴിഞ്ഞിട്ട് കുറേയല്ലോ ക്രിസ്മസിൻ്റെ ഇവൻ്റ് ഇതുണ്ട് അത്ര ഗൈസ്. അറിയത്തില്ല, നമുക്ക് ഏതായാലും ഇപ്പോൾ സൂപ്പർ മാർക്കറ്റ് തന്നെയാണ് ഈ പേരുള്ളത്. നിങ്ങൾ പറയുകയാണെങ്കിൽ ഇതിൻ്റെ സൂപ്പർ മാർക്കറ്റിൻ്റെ പേര് മാറ്റിയിട്ട് കിട്ടലും പേരിടാം. നിങ്ങൾ ഇഷ്ടമുള്ള പേര് കമൻറ്റ് ചെയ്യുക ഗൈസ്. ഏറ്റവും കൂടുതൽ ലൈക്ക് കിട്ടുന്ന കമൻറ്റ് നമുക്ക് ഇതിൽ കൊടുക്കാം ഗൈസ്. സൂപ്പർ മാർക്കറ്റ് പേര് കൊടുക്കാം. അപ്പോൾ ഗൈസ് ഇവിടെ എന്തോ പെട്ട് വന്നിട്ടുണ്ട്. നമ്മൾ ഇതെടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇതെടുത്തിട്ട് നമുക്ക് അവിടെ കൊണ്ടുവയ്ക്കണം ഗൈസ്. ഓക്കെ, ഇതെടുത്ത് കൊണ്ടുപോയി വെച്ചു. ഓക്കെ, എടുത്തുകൊണ്ട് വെച്ചു ഗൈസ്. അപ്പോൾ ഇതിലിട്ടു. ഓക്കെ, എന്നിട്ട് ഇതിൻ്റെ പ്രൈസ് സെറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് ഗൈസ്. ഇതിൻ്റെ പ്രൈസ് സെറ്റ് ചെയ്യണം. ഇത് നമുക്ക് വാങ്ങിക്കാൻ ചിലവായത് ഒരു $1.12 നമുക്ക് ചിലവായത്. കുറച്ച് കൂട്ടി വെക്കാം. ഒരു 2.50 നമുക്ക് വെക്കാം. 2.50 നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട് പ്രൈസ്. ഇത് ഓപ്പൺ ആക്കണം. ഇത് ഓപ്പൺ ആക്കണമെങ്കിൽ ഇത് ഓപ്പൺ ആക്കാൻ കഴിയുന്നില്ല ഗൈസ്. അപ്പോൾ ഇതെന്താ ഓപ്പൺ ആക്കാൻ കഴിയത്ത്? ഇപ്പോൾ ഓപ്പൺ ആയിട്ടുണ്ട് ഗൈസ്. ഓക്കെ, ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പോൾ ഗൈസ് കസ്റ്റമർ സേവനം ഉണ്ട്. അപ്പോൾ ഗൈസ് ഇനി നമ്മൾ ഇവിടുന്ന് നമുക്ക് ഇതിൽ സാധനം കൊടുത്ത് ഇതാക്കിയിട്ട് വലിയൊരു സൂപ്പർ മാർക്കറ്റ് ആക്കണം ഗൈസ്. ഇത് നോക്കൂ, ഇത്ര പോലെയുള്ള നമുക്ക് ഏരിയ ഗൈസ്. ഇതൊരു ചെറിയ ഏരിയ ആണ് ഗൈസ്. ഇവർ ക്യാഷ് പൈസ കൊടുക്കണം ഗൈസ്. ഇവർ നമ്മൾ തന്നെയാണ് ഇവിടെ സാധനം കൊണ്ടുവച്ചിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ട് പൈസ മേടിക്കേണ്ടത് ഗൈസ്. പൈസ മേടിക്കണം. അപ്പോൾ ഗൈസ് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും ഇപ്പോൾ തന്നെ എൻ്റെ ചാനലിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഗൈസ്. വീഡിയോ കണ്ടെടുക്കുന്നത് എല്ലാവരും ഇപ്പോൾ തന്നെ വീഡിയോക്ക് ലൈക്ക് ചെയ്യൂ ഗൈസ്. ഒരു 2000 ലൈക്സ് ആണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയുടെ ലൈക്ക് ടാർഗറ്റ്. അപ്പോൾ എല്ലാവരും ലൈക്ക് അടിച്ച് പോവുകയാണ് ഗൈസ്. ഇപ്പോൾ തന്നെ എല്ലാവരും ലൈക്ക് അടിച്ച് പോവുകയാണ് ഗൈസ്. വീഡിയോ കാണുന്ന 90% ആൾക്കാരും ലൈക്ക് അടിക്കാതെയും സബ് ചെയ്യാതെയുമാണ് വീഡിയോ കാണുന്നത് ഗൈസ്. എല്ലാവരും ലൈക്ക് അടിച്ച് പോവുകയാണ് ഗൈസ്. ലൈക്ക് അടിച്ചാലേ എനിക്ക് അടുത്ത വീഡിയോ കാണാനുള്ള പ്രചോദനം ഉണ്ടാവും ഗൈസ്. എല്ലാവരും ലൈക്ക് അടിക്കുക, പവർ അടിക്കുക. എല്ലാവരും ലൈക്ക് അടിച്ച് പവർ അടിക്കുക. എല്ലാവരും ലൈക്ക് അടിച്ച് പൊട്ടിച്ച ഗൈസ്. ലൈക്ക് പവർ അടിച്ച് പൊട്ടിച്ച എല്ലാവരും അടിച്ച് ലൈക്ക് ഇപ്പം തന്നെ അടിച്ച് ലൈക്ക് നീല കളറാക്കുക ഗൈസ്. നമ്മളിപ്പോൾ ഇവിടെ നിന്ന് എല്ലാവർക്കും സാധനം മേടിച്ച് ബാക്കി പൈസ കൊടുക്കുന്നു. ഇപ്പം ബ്രെഡ് ഓർഡർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് ഗൈസ്. ബ്രെഡ് ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഗൈസ് സാധനമെല്ലാം കഴിഞ്ഞ് ഗൈസ്. ഒറ്റയടിക്കാൻ നമ്മളെ സാധനമെല്ലാം വിറ്റ് പോകണം ഗൈസ്. നമ്മളിവിടെ ഓപ്പൺ ആക്കിയതല്ലോ, അന്നാട് നമ്മുടെ സാധനമെല്ലാം വിറ്റ് പോകണം ഗൈസ്. ഇപ്പോൾ ഇവിടെ വലിയ സെയിൽ കാരണം ഒട്ടിച്ചിട്ടുണ്ട്. ഇത് എന്തോ അറിയില്ല, എനിക്ക് എന്തോ ബഗ് അടിച്ചായിട്ടാണ് തോന്നുന്നത്. ഇത് ക്രിസ്മസ് ഇവൻ്റ് ഇപ്പോൾ നടക്കുന്നുണ്ട് ഗൈസ്, അറിയത്തില്ല. ഓക്കെ, നമ്മുടെ ബ്രെഡ് ഇവിടെ വന്നിട്ടുണ്ട്. ഓക്കെ, ബ്രെഡ് ഇവിടെ വെക്കാം. കസ്റ്റമേഴ്സ് എല്ലാം വരുന്നുണ്ട് ഗൈസ്. കസ്റ്റമേഴ്സ് വന്നിട്ട് കാര്യമില്ല, ഞങ്ങളുടെ സാധനം കൊടുക്കുന്നത്ര. അപ്പോൾ ഗൈസ് ഇതൊരു $4.30 നോക്കാം ഗൈസ്. $4.30 നോക്കാം ഗൈസ്. $4.30 സെറ്റാക്കിയിട്ടുണ്ട്. ഓ ഗൈസ്, ഒടുക്കത്തെ പിസ്സ ഗൈസ്. ഈ മ്യൂസിക് ഓഫ് ആക്കിയിട്ട് നമുക്ക് കോപ്പി റൈറ്റ് കിട്ടാൻ വെച്ചിട്ട് മ്യൂസിക് ഓഫ് ആക്കാം. മ്യൂസിക് ഓഫ് ആക്കിയിട്ടുണ്ട്. മ്യൂസിക് വെച്ചാൽ നമുക്ക് ചിലപ്പോൾ കോപ്പി റൈറ്റ് കിട്ടും ഗൈസ്. അതുകൊണ്ട് അത് ഓഫ് ആക്കിയിട്ടുണ്ട്. പൈസ സെറ്റ് ആക്കിയിട്ടുണ്ട് ഗൈസ്. ആൾക്കാർ വന്ന് സാധനം മേടിക്കുന്നുണ്ട് ഗൈസ്. ഒരു ബ്രെഡാണ് ഈ ചങ്ങായി മേടിച്ചത്. ഓക്കെ, അയ്യോ ഓക്കെ, അയാൾ പൈസ കൊടുത്തിട്ടുണ്ട്. അടുത്ത ആൾ വരുന്നുണ്ട്, അയാൾ സെറ്റാക്കി വിടുക. ഓക്കെ, അടുത്തൊരു പെണ്ണിങ്ങാണ്. ഇയാളെ താക്കാന്നോ ഗൈസ്. ഇയാളെ നിന്ന് റെയിൻഡിയർ ഉണ്ടായതാ ഗൈസ്. ഒരു മാങ്കുഞ്ഞല്ല പോയത്. ഓക്കെ ഗൈസ്, അമ്മച്ചിക്കും സാധനം സെറ്റാക്കി കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നമുക്ക് കുറച്ചും കൂടി സാധനം ഓർഡർ ആക്കാം. അത് നമുക്ക് ഇനി ട്രീറ്റ്സ് ഓർഡർ ആക്കിയിട്ടുണ്ട്, ബ്രെഡ് ഓർഡർ ആക്കിയിട്ടുണ്ട്, ഓയിൽ ഓർഡർ ആക്കിയിട്ടുണ്ട്. ഇനി കുറച്ച് ലേസ്, എന്തോ റോഫിൽസ് പറഞ്ഞ ലേസ് ഓർഡർ ആക്കിയിട്ടുണ്ട്, ആപ്പിള്, പിന്നെ മിൽക്ക്,
പിന്നെ സ്റ്റാർ ഫ്രൂട്ട് ലാല കൊക്കക്കോള എന്നൊക്കെ ഒരു സാധനമാണ്. പിന്നെ ഓറഞ്ച് ഓർഡർ ചെയ്തിട്ടുണ്ട്. പിന്നെ ക്രിസ്മസ് ന്യൂ ഇയറിൻ്റെ ഒരു സാധനം ഓർഡർ ചെയ്തിട്ടുണ്ട്. പിന്നെ കിസസ് എന്ന് പറഞ്ഞൊരു സാധനം ഓർഡർ ആക്കിയിട്ടുണ്ട്. തൽക്കാലം ഇത്രയും സാധനം മതി ഗൈസ്. ഇതെല്ലാം വരട്ടെ. ലൈക്ക് ഇവിടെ വന്നിരിക്കുന്ന കസ്റ്റമേഴ്സിനെ നമുക്ക് ബില്ലടിച്ചിടാം. ഓക്കെ, 2 ബ്രെഡാണ് ഇപ്പോൾ നിങ്ങൾ വാങ്ങിയിട്ടുള്ളത്. ഓക്കെ, ഈ എം എച്ച് 2 ബ്രെഡ് വാങ്ങിയിട്ടുണ്ട്. ഒരു ബില്ലടിച്ചിടാം. ഓക്കെ, നമ്മളപ്പോൾ ലെവലപ്പ് ആയിട്ടുണ്ട് ഗൈസ്. ലെവൽ 2 ആയിട്ടുണ്ട് ഗൈസ്. ലെവൽ 2 ആകുമ്പോൾ നമുക്ക് പൈസ കിട്ടും ഗൈസ്. നമ്മൾ ഓർഡർ വന്നിട്ടുണ്ട്, അപ്പോൾ അതെടുക്കാം. ഇത് സാധനമെല്ലാം ബില്ലടിച്ചതിന് ശേഷം നമുക്ക് ഓർഡർ പോയിട്ട് കളക്ട് ചെയ്യണം ഗൈസ്. ഇയാളും കൂടിയും ബില്ലടിച്ചിട്ട് നമുക്ക് വിടാം. ഓക്കെ, എന്നിട്ട് നമുക്കിത് ക്ലോസ് ചെയ്തേക്കാം ഗൈസ്. ഇതിലേക്ക് ആൾക്കാർ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ നമുക്ക് പ്രൈസ് സെറ്റ് ചെയ്യുമ്പം പ്രശ്നം വരും ചിലപ്പം. അതുകൊണ്ട് നമുക്കിതെല്ലാം എടുക്കാം ഗൈസ്. ഇനി ഇത് കണ്ടോ, ക്രിസ്മസിൻ്റെ ഇവൻ്റ് ആയതുകൊണ്ട് ഗൈസ് ഇതിങ്ങനെ ഒരു ഇത് വന്നിട്ടുള്ളത് ഗൈസ്. പെട്ടിയുടെ ഒരു കളറ് മാറ്റം വന്നിട്ടുള്ളത്. പെട്ടിക്ക് ഇങ്ങനെ ഒന്നല്ല കളർ ഞാൻ ഇതിൽ കണ്ടത്. ക്രിസ്മസിൻ്റെ ഇവൻ്റിൻ്റെ ഇതായിരിക്കും ഇങ്ങനെ വന്നിട്ടുള്ളത്. മൊത്തം ഒരു 350 ഇട്ടുണ്ട്. കുറച്ച് പൈസ കുറഞ്ഞു പോയി തോന്നുന്നുണ്ട്. അതൊന്നുകൂടി മാറ്റണം. കുറച്ച് പൈസ കൂട്ടി വെക്കാം. ഓക്കെ, ഒരു 360 മതി. 360 ഇരുന്നിട്ട് മാർക്കറ്റ് പ്രൈസ് കുറവാണ്. 310 കുറച്ച് കൂടുതലാണ് വിറ്റത്. ഓക്കെ, കുറച്ചും കൂടി മിനി ട്രീറ്റ്സ് അതിനുണ്ട്. ഓക്കെ, മിനി ട്രീറ്റ്സ് നമുക്ക് ഇവിടെ തന്നെ വെക്കാം. മിനി ട്രീറ്റ്സ് നമുക്ക് ഇവിടെ വെക്കാം. ഓക്കെ, ഇവിടെ എല്ലാം നിറച്ചിട്ടുണ്ട്. മിനി ട്രീറ്റ്സ് വാങ്ങി ഇവിടെ നിറച്ചിട്ടുണ്ട്. മിനി ട്രീറ്റ്സ് ഇവിടെ നിറച്ചിട്ടുണ്ട്. ഇനി ഈ സാധനമെല്ലാം ഇവിടെ നമുക്ക് നോക്കാം. ഇതെല്ലാം നിറച്ച് സെറ്റാക്കിയതിന് ശേഷം കാണാം ഗൈസ്. അപ്പോൾ ഗൈസ്, നമ്മൾ എല്ലാ സാധനവും ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അത് സെറ്റാക്കി വെക്കുമ്പോഴത്തേക്ക് കുറേ സമയം കഴിഞ്ഞു ഗൈസ്. ഇപ്പോൾ ഒരു ദിവസം തന്നെ കഴിഞ്ഞിട്ടുണ്ട് ഗൈസ്. ഡേ 2 ആയിട്ടുണ്ട്. ഡേ 2 ആകുമ്പോഴത്തേക്ക് നമുക്ക് ഒരു വളയും കൂടി കഴിയുന്നുണ്ട്. നമുക്ക് ഡേ 2 നമുക്ക് ഫസ്റ്റത്തെ ഇതായതുകൊണ്ട് കട തുടങ്ങിയ ആടില്ലാതായതുകൊണ്ട് നമുക്കൊരു ഫ്രീ ആയിട്ടൊരു എംപ്ലോയിനെ തന്നെയുണ്ട് ഗൈസ്. നമുക്കൊരു ഫ്രീ ആയിട്ടൊരു ക്യാഷ്യറുണ്ട് ഗൈസ്. അപ്പോൾ ഏതായാലും നമുക്ക് കട ഓപ്പൺ ആക്കണം ഗൈസ്. കട ഓപ്പൺ ആക്കാൻ വേണ്ടിയിട്ട് ഇത് ഇവിടെ ഓപ്പൺ ആക്കി കൊടുത്താൽ ഓക്കെ ഗൈസ്. കട ഓപ്പൺ ആയിട്ടുണ്ട് ഗൈസ്. നമ്മുടെ കട ഓപ്പൺ ആയിട്ടുണ്ട്. ഇപ്പോൾ എല്ലാവരും വന്നിട്ടുണ്ട്. ഒരുത്തന്നെ കൊമ്പം വെച്ച് വന്നിട്ടുണ്ട് ഗൈസ്. ഞാനവിടെ കൊമ്പം വെച്ചിട്ട് പോകുന്നത് ഗൈസ്. നമുക്ക് കുറച്ചും കൂടി സാധനം ഓർഡർ ആക്കാനുണ്ട്. ഇതുവരെ ഓർഡർ ആക്കാത്ത സാധനം എല്ലാം വെച്ച് 2 വെച്ച് ഓർഡർ ഗൈസ്. എല്ലാം 2 വെച്ച് ഓർഡർ ആക്കിയിട്ടുണ്ട്. ഇപ്പം വരും 1 മിനിറ്റ് 1.5 മിനിറ്റ് കൊണ്ട് ഗൈസ് വരും. അപ്പം നമുക്ക് ഇവിടുന്ന് ഗൈസ് കിടലം കാറെല്ലാം പോകണ്ട ഗൈസ്. കാറിലെടുക്കണം ഗൈസ്. നമുക്കിങ്ങനെ ഇവിടം വരെ പോകാൻ കേൾക്കാം. ഇല്ല, മാപ്പൊന്നും ഇല്ലാത്ത ഗെയിമാണ്. പക്ഷെ അധികം ഗൈസ് ഇത് ഓപ്പൺ വേൾഡിലല്ലാത്തതുകൊണ്ട് ഇവിടം വരെ നമുക്ക് പോകാൻ കഴിയുള്ളൂ. അപ്പുറത്തെ ആകുമ്പോഴത്തേക്കും പോയി നോക്കാം. അപ്പുറത്തെ ഭാഗത്ത് എങ്ങനെയാണെന്ന് നോക്കാം. നമ്മൾ ഓർഡർ ചെയ്ത് സാധനം വരാൻ സമയം എടുക്കും ഗൈസ്. പിന്നെ ഇവിടെ ഒരു ക്യാഷർ തൽക്കാലത്തേക്ക് ഉണ്ട്. ഒരു ദിവസത്തേക്ക് ആ ക്യാഷർ കിട്ടിയിട്ടു ഗൈസ്. ഇന്ന് കഴിഞ്ഞോറ് ആ ക്യാഷർ പോകും. ലംബോർഗിനിയല്ലേ ഗൈസ് പോയത്, ഞാൻ ശ്രദ്ധിച്ചില്ല ഗൈസ്. ഇതുവരെ ഇപ്പുറത്തെ ഭാഗത്തേക്ക് നമുക്ക് പെർമിഷനായിട്ട് പോകാൻ, എതിരെ കൂടുതൽ പോകാൻ കഴിയില്ല ഗൈസ്. നമുക്ക് ഇങ്ങനെ ഇതിലേക്കൂടെ നടക്കാം. വേറെ കാര്യമില്ല. നമുക്കിപ്പോൾ വലിയ പണിയൊന്നുമില്ല ഗൈസ്. ഏതായാലും നമ്മൾ ആ ഓർഡർ ചെയ്ത സാധനം ഇപ്പം വരും. നമുക്ക് അത് സ്പീഡാക്കി വരുത്തിക്കാം. ഓക്കെ, നമ്മൾ എനർജി കൊടുത്തിട്ടുണ്ട്. ഒരു മിന്നലിൻ്റെ ഒരു സംഭവം വന്നത് അത് കൊടുത്ത് നമുക്ക് ഇതായിരിക്കും കിട്ടും. നമുക്ക് ഇനി ഇവിടെ ഇതെല്ലാം കൊണ്ട് നിരത്താം. എല്ലാം ഇവിടെ ഇതിന് മുകളിൽ ഇവിടെ വെക്കാം. ഓക്കെ, അത് ഒരു 390. ഇതൊരു $4 ഗൈസ്. ഒരു $4 അത് കിട്ടും. ലെവലപ്പ് ആയിട്ടുണ്ട് വീണ്ടും ഗൈസ്. നമ്മൾ ലെവൽ 3 ആയിട്ടുണ്ട്. കണ്ടത് ലെവൽ 3 ആയിട്ടുണ്ട് ഗൈസ്. എന്തോ നോട്ടിഫിക്കേഷൻ പിന്നെ നോക്കാം. നമ്മളെ സൂപ്പർ മാർക്കറ്റ് ഇപ്പോൾ ഇങ്ങനെ റാങ്ക് ലിസ്റ്റ് ആയിട്ടുണ്ട് ഗൈസ്. സൂപ്പർ മാർക്കറ്റ് ഇപ്പോൾ അത്ര സ്ഥാനത്തൊന്നും നോക്കിയില്ല. കാരണം പിന്നെ നോക്കാം. നമുക്കിപ്പോൾ ഏതായാലും ഇതെല്ലാം സെറ്റാക്കണം. ഈ സെറ്റാക്കിയതിന് ശേഷം വീണ്ടും നമുക്ക് വലിയ പൈസ ആക്കണം ഗൈസ്. വലിയ പൈസ ആക്കിയതിന് ശേഷമാണ് ഗൈസ് നമുക്ക് മാർക്കറ്റ് ഒന്ന് കിട്ടില്ലെന്നാക്കാൻ. വലിയ മാർക്കറ്റാക്കും ഗൈസ്. ഈ സിറ്റിയിലെ ഏറ്റവും വലിയ സൂപ്പർ മാർക്കറ്റ് എന്തായിരിക്കും ഗൈസ്. ഞാൻ വലിയൊരു പണക്കാരനാകുമ്പോൾ വേണം ഗൈസ്. ഇതെല്ലാം ഇവിടെ ചാടിയിട്ടുണ്ട്. ഗൈസ്, വാട്ട് ഈസ് ദിസ്? എന്തോന്ന് ഇതെല്ലാം ഭ്രാന്ത് പിടിക്കാൻ എല്ലാം ഇവിടെ വേസ്റ്റ് ഇട്ടിട്ട് വരുന്നത്. ഇതെല്ലാം നന്നാക്കാൻ ഈ തലമാടന്മാരോട് അങ്ങനെ പറയാ ഭ്രാന്ത്.
ഞാൻ തന്നെ ഇത് ചെയ്യണം. അരി പിടിക്കാൻ വേണ്ടി ഇതെങ്ങനെയെങ്കിലും ഞാൻ ഇത് സെറ്റാക്കട്ടെ ഗൈസ്. നല്ല സെറ്റാക്കട്ടെ ഗൈസ്. അവരുടെ വെച്ച് പൈസ സെറ്റാക്കിയിട്ട് ഇതൊരു 450. ഇവരെ തന്നെ കസ്റ്റമർക്ക് സാധനം കൊടുക്കുകയും ചെയ്യും. ഇത്ര പൈസ ഒക്കെ സെറ്റാക്കി കിട്ടുകയും ചെയ്യും. അതെല്ലാം എന്നൊക്കെ ഭ്രാന്ത്. കസ്റ്റമേഴ്സ് ഇല്ലാണ്ട് വേറെ ഒന്നുമില്ല ഗൈസ്. പക്ഷേ കസ്റ്റമേഴ്സ് തെണ്ടിത്തരം കളിക്കുമ്പോൾ ഞാൻ ചെയ്യും. വന്ന കസ്റ്റമേഴ്സാണ് ഗൈസ് ഇവിടെയെല്ലാം. വന്ന കസ്റ്റമേഴ്സ് ഞാൻ വേഗം പൈസ ഗൈസ്. പൈസയ്ക്ക് ശേഷം പുതിയൊരു സ്ഥലം അപ്ഗ്രേഡ് ആകും ഗൈസ്. ഷെൽഫ് ഫുള്ളാവും വേഗം. പിന്നെ ഒരുപാട് സാധനം വരുമ്പം ഗൈസ് ഇതിപ്പം സാൻഡ ഹാറ്റ് എന്ന് പറഞ്ഞ സാധനമാണ് സാധനത്തിൻ്റെ പേര്. ഇതിപ്പോൾ ഒരു 10 എല്ലാം പൈസ എക്സ്പെൻസീവ് ആണെന്ന് മണിക്കണ്ട നമ്മളെ. പോയിക്കോ എക്സ്പെൻസീവ് ആണെന്ന് വേണ്ട മണിക്കണ്ട. പൈസ എല്ലാവരും മനസ്സിലായി. നമ്മുടെ അടുത്തുള്ള പൈസ എല്ലാവരും മനസ്സിലായി. റിച്ച് പീപ്പിൾസിന് മാത്രം സ്ഥലമായത്. റിച്ച് പീപ്പിൾസ് മാത്രം വന്ന് മനസ്സിലായി. ഓക്കെ, അതതിലേക്ക് കിട്ടാം. റിച്ച് പീപ്പിൾസ് മാത്രം എൻ്റെ അടുത്ത് വന്നായി. അല്ലാതെ എൻ്റെ അടുത്ത് വരണ്ട. എൻ്റെ ഷോപ്പിൽ വരണ്ട. എക്സ്പെൻസീവ് വന്നാൽ വിട്ടോ മണിക്കണ്ട പോയിക്കോ. എക്സ്പെൻസീവ് എന്ന് പറഞ്ഞിട്ട് പോയി. ഇതെല്ലാം ഇങ്ങോട്ട് വൃത്തിയാക്കണം. ഇതെല്ലാം എത്ര ഒന്ന് കച്ചാറിട്ടിട്ട് പോയി ഇതിങ്ങനെ ചടിച്ചു പോവാം. അപ്പോൾ പിന്നെ വൃത്തി മാനേജ് ചെയ്തെങ്കിൽ നമുക്ക് നമ്മളെ ഷോപ്പ് മര്യാദയ്ക്ക് കൊണ്ടുപോകാം ഗൈസ്. ഇല്ല ഗൈസ്, അതുകൊണ്ട് നമുക്ക് ഏതായാലും ഇത് വൃത്തിയാക്കണം ഗൈസ്. എല്ലാം വൃത്തിയാക്കണം ഗൈസ്. എല്ലാം വൃത്തിക്ക് സെറ്റാക്കണം. ഓക്കെ, ഇതെല്ലാം വൃത്തിയാക്കി സെറ്റാക്കണം. ഇത് ഓരോന്നോരോന്നായിട്ട് വർക്കി കളയാൻ കഴിയും. ഓ ഗൈസ്, വീണ്ടും ലെവലപ്പായിട്ടുണ്ട് ഗൈസ്. വീണ്ടും നമ്മൾ ലെവലപ്പായിട്ടുണ്ട്. ലെവലപ്പാകുമ്പോൾ നമുക്ക് കുറച്ച് പൈസയും അതുപോലെ തന്നെ നമ്മളൊരു എനർജി, ഒരു മിനറലിൻ്റെ ഭാഗം ഉണ്ടാകും നമ്മൾ മുകളിൽ. അത് നമുക്ക് കിട്ടുന്നുണ്ട് ഗൈസ്. ഈ ആപ്പിളെല്ലാം തിന്നിട്ട് ആരുടെ ഇവിടെ ഇട്ടിട്ട് പോകുന്നത്? പണ്ടാരം പിടിക്കാൻ ഇരിങ്ങളെല്ലാം കൊണ്ട് ചൊറയണില്ലപ്പാ. ഈ കസ്റ്റമേഴ്സ് എല്ലാം കണക്കാന്നിപ്പാ. അയ്യോ, രാത്രി ഗൈസ്. രാത്രി 7 മണി ഗൈസ്. ആപ്പിളിൻ്റെ വേസ്റ്റ് ആടെ ഞാൻ ചാടിയിട്ടുണ്ട്. അയാളെ കാലിൻ്റെ ഇടക്കുന്നല്ല ഞാൻ വേസ്റ്റ് ചാടിയിട്ട് പോകുന്നത് ഗൈസ്. അയാൾ വേസ്റ്റും ചവിട്ടി ഇതൊക്കെയാണ് ഗൈസ്. നമുക്ക് ഇനിയും കുറച്ച് പരിപാടിയുണ്ട് ഗൈസ്. നമുക്ക് കുറച്ച് പ്രൊഡക്റ്റ് ലൈസൻസ് എടുക്കാണ്ട് ഗൈസ്. ഇവിടെ ഒരുപാട് പ്രൊഡക്റ്റിൻ്റെ ലൈസൻസ് ഉണ്ട് ഗൈസ്. ഇതെല്ലാം നമുക്ക് മേടിക്കാം. 27 ഉണ്ട് ഗൈസ്. 27 നോക്ക് ഗൈസ്. എത്ര പൈസ ആണ്? $65,000 ഗൈസ്. $65,000 ഉണ്ടാക്കണം നല്ല പണ്ട് ഗൈസ്. നമ്മുടെ അടുത്ത് ഒരു ഡെക്കറേഷൻ ഓപ്പൺ ചെയ്യാനുണ്ട് ഗൈസ്. ഡെക്കറേഷനിൽ നമുക്ക് എന്നാൽ ക്ലോ മിഷൻ മേടിച്ചാൽ ഗൈസ്. ഒരു ക്ലോ മിഷൻ ഓർഡർ ആക്കാമെന്ന്. തൽക്കാലത്തേക്ക് ഒരു ക്ലോ മിഷൻ ഓർഡർ ആണ്. പിന്നെ ഓർഡർ ഗൈസ്, ഇപ്പം വേണ്ട. ഏതായാലും പൈസയിൽ നമുക്ക് കുറച്ച് പ്രോഡക്റ്റ്സ് മേടിച്ചിടാം. പ്രോഡക്ട്സിൻ്റെ ലൈസൻസ് ഏതായാലും മേടിച്ചിടാം. നമുക്ക് എല്ലാം പ്രോഡക്റ്റ്സ് എല്ലാം മേടിച്ചിടാം ഗൈസ്. ഓക്കെ ഇതെല്ലാം കേരള കയറിയിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ രാത്രി 9 മണിയായി ഗൈസ്. ഏതായാലും നമുക്ക് രാവിലെ ആകുമ്പോൾ നമുക്ക് ഇതെല്ലാം സെറ്റാക്കാം ഗൈസ്. ഓക്കെ, എല്ലാം സ്പെൻഡ് ചെയ്തെല്ലാം കഴിച്ച് നമുക്കിപ്പോൾ ബാക്കി $877 ഉണ്ട് ഗൈസ്. ബാക്കി നല്ല പൈസ ഉണ്ട് ഗൈസ്. ബാക്കി നമ്മളെ ഇവൻ്റെ ഇതെല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഗൈസ്. നമ്മളെ ക്യാഷ്യർ പോയിട്ടുണ്ട്. ഇപ്പോൾ ഇത് ഓപ്പൺ ആക്കി വെച്ചിട്ടുണ്ട് ഗൈസ്. ഒരു പ്രശ്നമില്ല. നമുക്ക് ഇതെല്ലാം ഇന്ന് സെറ്റാക്കണം ഗൈസ്. സാധനം ഓർഡർ ചെയ്തതെല്ലാം ഇന്ന് വരാണ്ടത്രേ. ഇതല്ല ഇത് വരുന്നവരെ നമുക്ക് കട ഓപ്പൺ ആക്കി തന്നെ വെച്ചേക്കാം. എന്തിനാ ക്ലോസ് ആക്കിയിട്ട് വരണതല്ലേ. ഓക്കെ എന്നാ ഇതാ. ഓക്കെ $32.40 ഗൈസ്. $40. ഓക്കെ, വിട്ടോ നെക്സ്റ്റ് വേഗം വരൂ. നമ്മളിപ്പോൾ ഗൈസ് നമ്മളിപ്പം 3-ാം സ്ഥാനത്തുണ്ട് ഗൈസ്. സൂപ്പർ മാർക്കറ്റ് സ്മോൾ മർച്ചൻ്റ് 3 വെറൈറ്റി. അതിൽ നമ്മൾ 3-ാം സ്ഥാനത്തുണ്ട് ഗൈസ്. Day 1 ആയിട്ടു ഗൈസ്. നമ്മൾ ഫ്രൂട്ട്സ് എല്ലാം ഉണ്ട്. ആപ്പിളാണെന്ന് ചെയ്യാൾ. ആപ്പിൾ 6.4. ഓക്കെ, നെക്സ്റ്റ് ഈ ചേച്ചി വന്നിട്ടുണ്ട് ഗൈസ്. ഒരു ചേച്ചി വന്നിട്ടുണ്ട്. ചേച്ചിക്ക് $50 കൊടുക്കുന്നുണ്ട്. ഒരു $2 ഒന്നും ഇല്ല, $2 ഒന്നും ഇല്ലെങ്കിൽ എന്തിനാണ് സാധനം എടുക്കാൻ പറ്റുന്നത്? ഇതല്ല വലിയ ചേഞ്ചൊന്നും ഇല്ല നമ്മളിപ്പോൾ തരാൻ. 15 കാർഡിലല്ല. റിച്ച് പേഴ്സൺ നമ്മൾ അങ്ങനെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം ഗൈസ്. ഇല്ലെങ്കിൽ അത് ഒരു
അത് ചെയ്യില്ല, അന്നും അറിയത്തില്ല. 45 2 ചില്ലറ അധികം. എൻ്റെ 10 കോയിൻസില്ല കേസ്. 5 ചില്ലറ കേസ്. 40. ഓക്കെ ഓക്കെ നെക്സ്റ്റ് ഗൈസ് വീണ്ടും ഡെവലപ്പായിട്ടുണ്ട്. ഗൈസ് ഇതിൽ പെട്ടെന്ന് ഡെവലപ്പാകുന്നുണ്ട്, പക്ഷേ കുറച്ച് അങ്ങോട്ട് എത്തുമ്പോൾ നമുക്ക് നല്ല പണി വരും ഗൈസ്. ഒരുപാട് കസ്റ്റമേഴ്സ് വരുമ്പോൾ സാധനം ഒരുപാട് വേണം. പിന്നെ ഇവിടെ എംപ്ലോയീസിനെ വെച്ചിട്ടുണ്ടെങ്കിൽ പണി വേണം ഗൈസ്. അതുകൊണ്ട് വേഗം എംപ്ലോയീസിനെ വെക്കാനാകണം. ഓക്കെ പോട്ടെ പോട്ടെ. ഓക്കെ ഞാൻ ഇത് ഏകദേശം സ്പീഡിൽ വർക്ക് ചെയ്യുന്നുണ്ടാകും. അപ്പോൾ ഗൈസ് എങ്ങനെയല്ലോ വന്ന് ഇവർക്ക് സാധനം അയ്യോ 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 എൻ്റെ നല്ല നഷ്ടം വന്നു. അയ്യോ അതെന്തോ മിസ്റ്റേക്ക് ആയിട്ട് ഞാൻ $20 അങ്ങനെ കൊടുത്തു ഗൈസ്. പൈസ ഇതായിട്ട് കൊടുക്കേണ്ടതിന് വരും. എന്തോ ഇതായി ബഗ്ഗടിച്ച് ഗൈസ്. വീണ്ടും ബഗ്ഗടിച്ച്. അയ്യോ ബഗ്ഗടിച്ച് ഗൈസ്. ഒരു മിനിറ്റ് ഗൈസ്, ഒന്ന് റീസെറ്റ് ആക്കി കൂടെ. ഒന്നും അറിയത്തില്ല, ഇവൻ്റെ പൈസ കാണിച്ചിട്ട് എനിക്ക് ബാക്കി കൊടുക്കാനാവില്ല. ഞാൻ ആ പൈസ അങ്ങനെ കൊടുത്തോണ്ടോന്നൊന്നും അറിയത്തില്ല. ഒന്ന് നോക്കട്ടെ ഗൈസ്. അപ്പോൾ ഓക്കെ ഗൈസ്, ഇപ്പോൾ ബഗ് ഫിക്സ് ആക്കിയിട്ടുണ്ട്. എന്തോ ആയതാണ് ഗൈസ്, എന്തോ ബഗ്ഗായി അടിച്ചിട്ടുണ്ട്. ഞാൻ ഒന്നും കൂടി ഗെയിം ബാക്ക് അടിച്ചിട്ട് വീണ്ടും സ്റ്റാർട്ട് ആക്കിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ എൻ്റെ ബാക്കി പൈസ കറക്റ്റ് നമ്മൾ ശ്രദ്ധിച്ച് നോക്കി കൊടുക്കണം ഗൈസ്. നല്ല നഷ്ടം വരും ഗൈസ്. പൈസ നഷ്ടം വന്നാൽ കട പൂട്ടിപ്പോണ്ട വരും. ബാക്കി തുടങ്ങിയാൽ തന്നെ കട പൂട്ടിപ്പോണ്ട അവസ്ഥയായിരിക്കും ഗൈസ്. എന്തോന്നറ മുൾക്കിരീടെല്ലാം വെച്ചിട്ട് വരാം. നീ എന്തെന്ന് യേശുക്രിസ്തുവ. അയ്യോ പൈസ കുറഞ്ഞു ഗൈസ്. ഓ മുൾക്കിരീടെല്ലാം വെച്ചിട്ടാണോ എടുക്കാൻ വരുന്നത്? ഓറോ ടു എക്സ്പെൻസീവ് വന്ന് നീ ഒന്ന് മണിക്കണ്ടടാ. നീ കഴിഞ്ഞപ്പോ റിച്ചുകൾക്ക് മാത്രമുള്ള കടയാണ് ഗൈസ്. റിച്ച് ആയിട്ടുള്ള എല്ലാവരും മാത്രം വന്നാൽ മതി ഗൈസ്. ആരും വരാം, അല്ലാത്തവരൊന്നും വരണ്ട. കടയിലൊരു സാധനം തരില്ല. ഇതോ ഓരോരുത്തരുടെ കൊമ്പലം വെച്ചിട്ട് വന്നിട്ട് കടയിലേക്ക്. കടയിലേക്കെല്ലാം വരുമ്പോൾ കുറച്ച് മാനായിട്ട് വന്നോടാ. മാന്യമായിട്ടുള്ള ഡ്രസ്സ് ഇട്ടിട്ട് കൊമ്പും മറ്റേതും മറിച്ചതെല്ലാം ഇട്ടിട്ട് വന്നിട്ടൊക്കെ പറയാം. എന്തോന്നാ പെണ്ണുമ്പിള്ള നേരത്തെ സാധനം വിളിച്ചത്. പെണ്ണുമ്പിള്ളൊക്കെ നേരത്തെ സാധനം വിളിച്ചിരുന്നപ്പാ. മണിക്കണം, എപ്പം വന്നിട്ട് മണിക്കണം, എന്നാലേ നമുക്ക് പൈസ കിട്ടുള്ളൂ. ഓക്കെ എല്ലാവർക്കും ഒന്നും ഇങ്ങനെ കാശിൻ്റെ പ്രശ്നമില്ല ഗൈസ്. എന്തോ സാധനം ഇല്ല പറയില്ല ഗൈസ്. മിനി ട്രീറ്റ്സ് ഇല്ല ഗൈസ്. മിനി ട്രീറ്റ്സ് കഴിഞ്ഞിട്ടുണ്ട് ഗൈസ്. മിനി ട്രീറ്റ്സ് കഴിഞ്ഞു പോലെ ഗൈസ്. മിനി ട്രീറ്റ്സ് കൊണ്ടുവരണം ഗൈസ്. എല്ലാ സാധനവും കഴിഞ്ഞ് വരുന്നു. എല്ലാം ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയി ഗൈസ്. എല്ലാം ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിട്ടുണ്ട്. ഓക്കെ എല്ലാം കൊണ്ടുവെക്കണം. ഇനി എല്ലാം വാങ്ങിച്ച് കാർഡ് നമ്മൾ നേരത്തെ ഓർഡർ ആക്കിയ സാധനം വന്നിട്ടുണ്ട് ഗൈസ്. എല്ലാം സെറ്റാകണം. ഇതെല്ലാം ബില്ലടിച്ച് വിട്ടതിന് ശേഷം സെറ്റാക്കുന്നത് നല്ലത്. ഇല്ല അവർ സാധനം സെറ്റാക്കുന്നതിനോടൊക്കെ എടുത്തിട്ട് പോകും. പിന്നെ പൈസ ഉണ്ടാവില്ല. പിന്നെ അവർ കുറേ സമയം വെയിറ്റ് ചെയ്യും വേണം. പൈസ അതിലേക്ക് എടുത്ത് ഗൈസ്. എല്ലാ സാധനം കഴിഞ്ഞ് ഗൈസ്. ഇത് നമ്മൾ സെറ്റാക്കിയിട്ട് അവിടെ ക്ലോസ് ആക്കിയിട്ട് ഒന്നുകൂടി എല്ലാം സെറ്റാക്കി ഗൈസ്. ഇത്രയും വലിയ വിശ്വാസം മേടിച്ച $13 ആയിട്ട് വേണം മേടിച്ച സാധനത്തിന്. നോക്കറ ഗൈസ്, നോക്കാം നിങ്ങൾ നോക്കറ. എന്നിട്ട് ഇയാളെ $100 ഇല്ല തരാൻ. എന്തോ നാന്നറ ഇയാളല്ല ഇങ്ങനെ. ഞാൻ 86 രൂപ ബാക്കി കൊടുക്കണം. ഓക്കെ ഓക്കെ പൈസ തെറ്റിപ്പോയാ. അയ്യോ ഓക്കെ ഇപ്പം തെറ്റിപ്പോയി. റീസെറ്റ് അടിച്ച് ഒന്നുകൂടി കൊടുക്കാം. ഓക്കെ 86 ഒക്കെ അത് കൊടുത്തിട്ടുണ്ട്. ഞാൻ എന്തോ വിളിച്ച് നോക്കിയിട്ടാണ് ഗൈസ് മാറിപ്പോയത് ഗൈസ്. ഇന്നും വലിയ നഷ്ടം തന്നെ ഗൈസ്. $0.13 നമുക്ക് ഉണ്ടായത് ഇഷ്ടമാണ് ഗൈസ്. നഷ്ടക്കച്ചവടമാണ് ഗൈസ്. നഷ്ടക്കച്ചവടം. നമുക്ക് ഇപ്രാവശ്യം കട തുറക്കാതെ ഈ സാധനം സെറ്റാക്കുക ഗൈസ്. കാരണം കടയിലെ സാധനം എല്ലാം കഴിഞ്ഞിട്ടുള്ള ഗൈസ്. നമ്മൾ ഇന്നലെ ഓർഡർ ചെയ്ത സാധനമാണ്. ഇതെല്ലാം വന്നിട്ട് ഇതെല്ലാം ഇനി ഇവിടെ സെറ്റാക്കി വെക്കണം. ഇതെല്ലാം പുതിയ സാധനമാണ്. അതിൻ്റെ പൈസ സെറ്റാക്കണം. ഓക്കെ
ഓക്കെ എൻ്റെ പൈസ സെറ്റ് ആയിട്ടുണ്ട്. ഓക്കെ നെക്സ്റ്റ് ഐറ്റം ഏതാ ഗൈസ്? നെക്സ്റ്റ് ഐറ്റം തീയിൽ കൊണ്ടുക്കിട ഫ്രീസറിൽ കൊണ്ടുക്കിട ഫ്രിഡ്ജിൽ കൊണ്ടുക്കിട. ഓക്കെ ഗൈസ് ഇതാണ് ബീഫ് ആണ് ഇത് വെച്ചിട്ടുള്ളത്. ഇതിൽ പൈസ കുറച്ച് കൂടുതലിടാം. ബീഫിനുള്ള നല്ല ആവശ്യമാണ്. $4.30. ഓക്കെ $4.30 ഗൈസ്. നല്ല ആവശ്യമൊന്നുമല്ല, എന്നാലും കുറച്ച് കയറ്റിയിട്ടുണ്ട്. കുഴപ്പമില്ലാന്ന് തോന്നുന്നുണ്ട്, അറിയത്തില്ല. അയ്യോ ഞാനിതെന്തിന് ഇത് എവിടെ എടുത്ത് ഇതിവിടെ വെച്ചേ. ഓക്കെ പെട്ടി കൈമ തായിലുള്ള ഗൈസ്, അതാണ് ഞാൻ എടുത്തതായിട്ടാണ് വെച്ചത്. ഏത് $4 നമ്മൾ നേരത്തെ പൈസ സെറ്റാക്കി ചെന്ന്. ഇതിൽ നേരത്തെ പൈസ സെറ്റാക്കിയതിന് ഈ സാധനത്തിന് ഇങ്ങനെ പൈസ സെറ്റാക്കാനൊന്നും ഉണ്ടാകുന്നുണ്ട്. കുഴപ്പമില്ല, നമുക്ക് പുതിയ സാധനത്തിൻ്റെ പൈസ സെറ്റാക്കുണ്ടാവും. അതുകൊണ്ട് വലിയ സ്റ്റോറേജ് ഇല്ല ഗൈസ്. എളുപ്പമാവുന്നുണ്ട് നമുക്ക്. ഇതെല്ലാം പൈസ സെറ്റാക്കേണ്ടത് സെറ്റാക്കി വെക്കണം. അപ്പോൾ ഗൈസ് ഇനി ഇതെല്ലാം സെറ്റാക്കി വെച്ചിട്ട് വേണം. അപ്പോൾ ഇതെല്ലാം വേഗം ഒന്ന് സെറ്റാക്കി വെക്കണം. അപ്പോൾ സെറ്റാക്കി വെച്ചിട്ട് കാണാം ഗൈസ്. 2000 years later. അപ്പോൾ ഗൈസ് അതെല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം പറക്കി കളയണം ഗൈസ്, ഈ വേസ്റ്റ് എല്ലാം. സ്റ്റോർ ലോസ് ആയതുകൊണ്ട് ഏതായാലും സമയം പോകില്ല നമുക്ക്. കേടാ ടൈം സ്റ്റാർട്ട് ചെയ്തൊന്നുമില്ല ഇന്നത്തെ ദിവസം. ഇതങ്ങനത്തെ ഗെയിമാണ് ഗൈസ്. ഈ ഗെയിമിൽ ടൈം സ്റ്റാർട്ട് നമ്മൾ സ്റ്റോർ ഓപ്പൺ ആക്കണം ഉണ്ടാവും. അപ്പോൾ ഈ ഭാഗത്തേക്ക് കൂടെ ആരുമില്ല ഗൈസ്. സ്റ്റോർ ഓപ്പൺ ആക്കാനും കണ്ടോ നിങ്ങൾ? ഈ ഭാഗത്ത് ഒരു സൂപ്പർ മാർക്കറ്റിൽ ഉണ്ട് ഗൈസ്. ആ സ്റ്റോർ ഓപ്പൺ ആക്കി ഒട്ടാനെ കസ്റ്റമർ എത്തി ഗൈസ്. ഇത്രയും പ്രശസ്തമായി തോന്നുന്നു എൻ്റെ ഷോപ്പ് ഗൈസ്. ഈ ഷോപ്പിൻ്റെ ഒരു നല്ല പേര് പറയണം ഗൈസ്. എല്ലാം നല്ലൊരു ഷോപ്പിൻ്റെ പേര് പറഞ്ഞു തരണം ഗൈസ്. ഞാൻ പറയുന്ന ഒരു പേര് ഞാൻ ഇട്ടോളും ഗൈസ്. ഇവിടെ എല്ലാം കച്ചറ ഗൈസ്. ഈ കച്ചറെല്ലാം വൃത്തിയാക്കണം ഗൈസ്. ഈ കച്ചറ വൃത്തിയാക്കണം. എന്നിട്ട് ഒരുപാട് പണിയുണ്ട് ഗൈസ്. ഈ എല്ലാ പണിയും ഞാൻ ഒറ്റയ്ക്ക് ചെയ്യണം. അവിടെ ഇത്ര പ്രാവശ്യം നമുക്ക് എങ്ങനെ ഇതിൽ വലിയ സാധനം ആക്കണം ഗൈസ്. ഇവിടെ വലിയ ക്യാഷറിലാക്കിയിട്ട് വലിയൊരു ബിസിനസ് ആക്കണം ഗൈസ്. പിന്നെ ഞാൻ വിട്ടു ഒരു സാധനം ഓർഡർ ചെയ്യാൻ. നേരത്തെ കുറേ ആൾ മിനി ട്രീറ്റ്സ് ഇല്ല പറഞ്ഞിട്ട് പോയിട്ടുണ്ട് ഗൈസ്. മിനി ട്രീറ്റ്സ് പറഞ്ഞ സാധനം ഓർഡർ ആക്കിയിട്ടുണ്ട്. ഓക്കെ അത് വന്നിട്ടുണ്ട്. ഇപ്പോൾ അതൊരു 30 സെക്കൻഡിനുള്ളിൽ വരും ഗൈസ്. മിനി ട്രീറ്റ്സ് നമ്മളെ മിനി ട്രീറ്റ്സ് ഇല്ലാതെ ശരിയാവില്ല ഗൈസ്. എത്ര പൈസ വാങ്ങി കൊടുക്കുന്നത്? ഇയാൾ ഒരുപാട് സാധനം ഓർഡർ ആക്കിയിട്ടുണ്ട് ഗൈസ്. ഇങ്ങനെ എല്ലാവരും ഒരുപാട് സാധനം വാങ്ങിയിട്ട് പോകുക ഗൈസ്. എന്നാലേ നമുക്ക് ലാഭം കിട്ടത്തുള്ളൂ. ഓക്കെ അതാ ആ പെണ്ണുമ്പിളാടെ എന്തോ ചാടി. ഈ പെണ്ണുമ്പിള കുറച്ചധികം പൈസ എടുക്കാനോ പോട്ടെ. എന്നെ പെണ്ണുമ്പിള പേയ്മെൻ്റ് ആവില്ല. ഈ പെണ്ണുമ്പിള എന്തോ ചാടിയിട്ട് പോയി. കള്ള പെണ്ണുമ്പിള എന്താ നിങ്ങൾക്ക് കണ്ടില്ല ഗൈസ്? അവിടെ എന്തോ ചാടിയിട്ട് പോയി. എൻ്റെ കട പോയി കച്ചറൊക്കെ എന്താ ഇവരാണ്. ഇങ്ങനെയുള്ള കസ്റ്റമേഴ്സ് എൻ്റെ കച്ചവടമാക്കണം ഗൈസ്. എൻ്റെ കടലിലെ കച്ചവടമൊക്കെ ഇങ്ങനെയില്ല ഇവരാണ് ഗൈസ്. ഇത് ഓരോ എണ്ണത്തിനാണ് ഇത്ര പൈസ ഗൈസ്. ഇതിങ്ങനെ വെച്ച് കൊടുക്കണം എല്ലാം ഗൈസ്. അപ്പുറത്തെ ലെവലായിട്ടുണ്ട്. ഓരോ ലെവൽ വെച്ച് കൂടുന്നുണ്ട് ഗൈസ്. ഇപ്പോൾ അത്ര ലെവൽ ഞാൻ നോക്കിയിട്ട് പറയാം. ഒരു 4 ലെവലായിട്ട് ആയിട്ടുണ്ടാവും ഗൈസ്. 4 ലെവലായിട്ട് ആയിട്ടും തോന്നുന്നു ഗൈസ്. എല്ലാവർക്കും ബില്ലടിച്ച് കൊടുത്തു ഗൈസ്. ഈ ബില്ലെല്ലാം അടിച്ച് കൊടുത്തിട്ട് കാണാം ഗൈസ്. ഈ ബില്ലെല്ലാം ഒന്ന് അടിച്ചാൽ സെറ്റ്. ഇന്ന് ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ട് ഗൈസ്. ഒരുപാട് ആൾക്കാർ സാധനം മേടിക്കാൻ വരും ഗൈസ്. സാധനം ഒരുപാടുണ്ട്, അതുകൊണ്ട് തന്നെ എല്ലാവരും വരുന്നുകൊണ്ടിരിക്കും ഗൈസ്. ഇപ്പോൾ നമുക്ക് $1367 കിട്ടിയിട്ടുണ്ട് ഗൈസ് ടോട്ടൽ. ഇനിയിപ്പോൾ ഈ കച്ചവടം കഴിയുമ്പോഴത്തേക്ക് അത്ര പൈസ കിട്ടില്ലെന്ന് അറിയത്തില്ല. ഇന്നത്തെ ദിവസം അവസാനിക്കുമ്പോഴത്തേക്ക് ഒരു $2000 നമുക്ക് കിട്ടുക ഗൈസ്. അതേപോലെ നിങ്ങൾ 2000 ലൈക്കാണ് ഈ വീഡിയോയുടെ ടാർഗറ്റ്. എല്ലാവരും ലൈക്ക് അടിച്ച് പറയുകയാണ് ഗൈസ്. നമുക്ക് ഈ കച്ചവടത്തിൽ നിന്ന് 2000 രൂപ കിട്ടണം. നിങ്ങൾ ലൈക്കൊന്നും ഒരു 2000 രൂപ കിട്ടണം ഗൈസ്. 2000 ലൈക്ക് കിട്ടണം ഗൈസ്. 2000 ലൈക്ക് നിങ്ങൾ എങ്ങനെയെങ്കിലും തരണം ഗൈസ് പ്ലീസ്. എല്ലാവരും ലൈക്ക് അടിച്ച് പറയുക ഗൈസ്. ലൈക്ക് അടിക്കാൻ മറക്കരുത് ഗൈസ്. എല്ലാവരും ലൈക്ക് അടിക്കണം. വീഡിയോ കാണുന്ന എല്ലാവരും ലൈക്ക് അടിക്കണം ഗൈസ്. ഇപ്പോൾ തന്നെ ലൈക്ക് അടിക്കണം ഗൈസ്. സോള പറയാനാ ഈ വീഡിയോയിലൊക്കെ അതിന് സോള പറയേണ്ട സ്ഥലമല്ലേ ഇപ്പോൾ അതിന് വല്ല പാർക്കിലിട്ടാൻ പോകും. ഇവിടെ ഇതെൻ്റെ കടയാന്ന്
ഓക്കെ. ഓ ബീഫിനെല്ലാം നല്ല ചിലവുണ്ട് ഗൈസ്. ഓക്കെ, അപ്പോൾ ഇതെല്ലാം ഒന്ന് വിറ്റ് തീർക്കണം ഗൈസ്. അപ്പോൾ എല്ലാം കൊടുത്തിട്ട് എല്ലാവരും കസ്റ്റമറെ പറഞ്ഞു വെച്ചിട്ട് നമുക്ക് കാണാം ഗൈസ്. അപ്പോൾ ഗൈസ് ഇന്നത്തെ ദിവസം ഉണ്ടായിട്ടുണ്ട് ഗൈസ്. 9 മണിയായിട്ടുണ്ട് ഗൈസ്. 9 മണി വരെ നമ്മുടെ കട ഓപ്പൺ ആയിട്ട് നോക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്ര വരെയേ ഉള്ളൂ ഗൈസ്. പക്ഷേ ഇത് നമ്മുടെ ലാസ്റ്റത്തെ കസ്റ്റമറാണ് ഗൈസ്. ഇന്ന് ഒരു 9 മണി ആയിട്ടുണ്ട് ഗൈസ്. 9 മണി വരെ നമ്മുടെ കട ഓപ്പൺ ആയിട്ടുണ്ടാവുള്ളൂ ഗൈസ്. ഈ പെണ്ണുങ്ങൾക്കും കൂടി വെല്ലടിച്ചു കൊടുത്താൽ നമ്മുടെ അപ്പോൾ ഇന്നത്തെ ജോലി കഴിഞ്ഞിരിക്കും ഗൈസ്. എൻ്റെ വീഡിയോസ് കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. പരമാവധി ആൾക്കാരും സബ് ചെയ്യാതെയാണ് കാണുന്നത് ഗൈസ്. 90%-ത്തിലധികം ആൾക്കാരും എൻ്റെ ചാനൽ സബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നത് ഗൈസ്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് പവറാക്കുക ഗൈസ്. അപ്പോൾ ഇവർക്കും കൂടി ബില്ലടിച്ചിടുക ഗൈസ്. അപ്പോൾ ഇവരെയും കൂടി ബില്ലടിച്ചിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ ഗൈസ് $2000 ആയിട്ടുണ്ട് ഗൈസ്. $2004 ആയിട്ടുണ്ട്. മിനിമം ഇത്രയെങ്കിലും ലൈക്ക് നിനക്ക് കിട്ടണം ഗൈസ്. പ്ലീസ് ഇത്രയെങ്കിലും ലൈക്ക് തരൂ ഗൈസ്. ഇത്രയും കഷ്ടപ്പെട്ട് വീഡിയോ എഡിറ്റ് ചെയ്തിടുന്നില്ല ഗൈസ്. അപ്പോൾ എല്ലാവരും എനിക്ക് ലൈക്ക് ചെയ്തു പവർ കാണിക്കുക ഗൈസ്. എല്ലാവരും ഈ വീഡിയോക്ക് ലൈക്ക് ചെയ്യുക. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇവിടെ വെച്ച് വീഡിയോ നിർത്തുകയാണ്. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവർക്കും എല്ലാവർക്കും ബൈ ബൈ ആൻഡ് പീസ് ഔട്ട്.